നോർത്ത് ഇന്ത്യയിൽ മഹാനദിയിലൂടെ കോവിഡ് കാലത്ത് ശവശരീരങ്ങൾ ഒഴുകി നടക്കുന്ന ദാരുണമായ കാഴ്ച കണ്ട് നോർത്ത് ഇന്ത്യയിലെ ഒരു സുഹൃത്തായ വൈദികൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, പിതാവേ, ഇവിടെ സഭയില്ലാത്തതിൻ്റെ കുഴപ്പമാണ്. സഭയുണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു പള്ളി വെച്ചേനെ, പള്ളിയുടെ കൂടെ അവിടെ ഒരു ആശുപത്രി തുടങ്ങിയേനെ, ഒരു സ്കൂളും തുടങ്ങിയേനെ. ഇതൊന്നും ഇവിടെ ഇല്ല. അതിൻ്റെ കുറവാണ് അവിടെ. മനുഷ്യൻ ആശുപത്രികൾ, ഇത് ഓക്സിജന് വേണ്ടിയൊക്കെ വല്ലാണ്ട് വലയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. നമ്മുടെ കേരളത്തിൽ ആ അവസ്ഥയൊന്നും വന്നില്ല. അതിൽ നമുക്കൊക്കെ അഭിമാനിക്കാം. കാരണം ഈശോയുടെ മൗതിക ശരീരമായ സഭ ഇന്നും സക്രിയമായ അതിൻ്റെ ദൗത്യത്തിലൂടെ ഈ സമൂഹത്തെ മുഴുവൻ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. സഭയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ, സഭ വലിയ സാമ്പത്തിക മാഫിയാണ്, മെത്രാമാരെല്ലാം ഇങ്ങനെ പണത്തിന്റെ മുകളിൽ കിടന്ന് ഉറങ്ങുന്നവരാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കട്ടിലിന്റെ താഴെ നോക്കാറുണ്ടോ, വല്ലതും ഉണ്ടോന്ന്. എന്താ നമ്മളെ കുറിച്ച് പറയുന്നത്? നമുക്ക് പണം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. നമുക്ക് ഇഷ്ടംപോലെ പണമുണ്ട്. എങ്ങനെയാ? നമ്മുടെ സ്ഥാപനങ്ങളാണ്. നിങ്ങൾ നമ്മുടെ കത്തോലിക്ക കോളേജുകൾക്കും സ്കൂളുകൾക്കും എല്ലാം ഒന്ന് വിലയിട്ട് എത്ര കോടി രൂപയുടെ ആസ്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നോട്ടുകെട്ടെല്ലാം നമ്മളെടുത്ത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ വീണ്ടും കൈനീട്ടും. ആ കോളേജിൽ ഒരു പുതിയ കെട്ടിടം പണി കഴിഞ്ഞ് നമ്മൾ പിന്നെയും പോയി കൈനീട്ടും. ആശുപത്രിക്ക് ഒരു ബ്ലോക്ക് പണി പിന്നെയും പോയി കൈനീട്ടും. എല്ലാവരും കൂടെ തരും. അങ്ങനെ പലരുടെ ദശാംശത്തിലൂടെ നമ്മൾ കെട്ടിപ്പടുക്കുന്ന സ്ഥാപനങ്ങളാണ്. ഇതാണ് സഭയുടെ സമ്പത്ത്. സഭയുടെ സമ്പത്ത് വിശ്വാസികളാണ്. അവര് ഉള്ളത് പകർന്നു കൊടുക്കുമ്പോഴാണ് സഭയുടേതായ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ സ്ഥാപനങ്ങൾ മാത്രം കണ്ടിട്ട് നമ്മളെ ആക്ഷേപിക്കാനായിട്ടൊക്കെ എളുപ്പമാണ്. പക്ഷെ അതെല്ലാം എന്തുകൊണ്ടാണ് നമ്മൾ പണിയുന്നത്? നമ്മളാരും നമ്മുടെ മഹത്വത്തിന് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല. പൊതുസമൂഹത്തിന് ആവശ്യമായ ശുശ്രൂഷകൾ ഏറ്റവും ക്രൈസ്തവമായ രീതിയിൽ നടപ്പിലാക്കി കൊടുക്കുവാൻ നമ്മൾ ഉദ്യമിക്കുമ്പോഴാണ് ഇപ്രകാരമുള്ള സ്ഥാപനങ്ങളുമെല്ലാം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഓർക്കണം, നമ്മുടെ മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്ന വാർത്തകൾ സഭയെ നിർമ്മിക്കാനായിട്ട് ഉതകുന്നതല്ല. നല്ല കാര്യങ്ങളൊന്നും അവൻ പറയില്ല, ഉറപ്പാണ്. കത്തോലിക്ക സഭയെ പോലെ, ക്രൈസ്തവ സഭകളെ പോലെ ഈ പൊതുസമൂഹത്തിന് നന്മ ചെയ്ത വേറൊരു കൂട്ടായ്മയില്ല. എന്തുകൊണ്ടാണ്? സഭ എന്ന് പറയുന്നത് ഈശോയുടെ ശരീരമായതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. നമ്മൾ ചുമ്മാ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നവരല്ല. നമ്മൾ കർത്താവിന്റെ കാരുണ്യത്തിന്റെ കണ്ണും കാതുമാകാൻ പരിശ്രമിക്കുമ്പോഴാണ് ഈ പൊതുസമൂഹത്തിൽ നന്മയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമ്മുടെ കാരുണ്യ ഭവനങ്ങളും നമ്മുടെ ആശുപത്രികളും എല്ലാം നമ്മൾ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതോ ഒന്നുമല്ല. ഈ പൊതുസമൂഹത്തിന് അറിവിന്റെ വെളിച്ചമുണ്ടാകാൻ വേണ്ടി നമ്മൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്നതാണ്. അത് നമ്മൾ ഇനിയും ചെയ്യും. ആരൊക്കെ എന്തെല്ലാം പറഞ്ഞാലും നമ്മളത് ചെയ്യും.